ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ നെല്ലിപ്പാറയിലെ സമ്മിശ്ര കർഷകനായ ശ്രീ സജീഷ് കുമാർ ദാമോദരൻ അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയാണ്. ഇന്നത്തെ കിസാൻ വാണിയിൽ അദ്ദേഹവുമായി സംസാരിക്കുന്നത് ജോഷി തോമസ്. കട്ടപ്പനയ്ക്കടുത്ത് കാമാക്ഷി പഞ്ചായത്തിലെ പാറക്കടവ് എന്ന പ്രദേശത്തെ ഒരു സമ്മിശ്ര കർഷകനായ, പ്രത്യേകിച്ച് ഏലം, കുരുമുളക്, ജാതി എന്നിവയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന ഒരു കർഷകനായ സജീഷ് കുമാർ ദാമോദരൻ കാച്ചനോലിക്കലാണ് ഇന്ന് നമ്മോടൊപ്പമുള്ള കർഷകൻ. അദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. സജീഷ് ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്? അതെ, ഞാൻ ഹൈറേഞ്ചിൽ ജനിച്ചു വളർന്ന ആൾ തന്നെയാണ്. പഠനം വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? പഠനവും വിദ്യാഭ്യാസവും ഹൈറേഞ്ചിൽ തന്നെയായിരുന്നു. ഏതുവരെ? SLC വരെ പോയുള്ളൂ. പിന്നെ അത് ഞാൻ കൃഷിയിൽ ശ്രദ്ധ പുലർത്തുമായിരുന്നു ചെയ്തത്. അതെന്താണ് പിന്നീട് പഠിക്കാൻ പോകാതെ കൃഷിയിലേക്ക് ഇറങ്ങാനുള്ള കാരണം? അന്ന് അത് പ്രത്യേകിച്ച് പഠനത്തോട് അത് ഇച്ചിരി പുറകിലായിരുന്നു ഞാൻ. എങ്കിൽ പോലും അച്ഛനായിട്ടും മുത്തച്ഛനായിട്ടും കൃഷിയിലായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ കൃഷിയിലേക്ക് തന്നെ വന്നു എന്നുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ വന്നു എന്നുള്ളതേ ഉള്ളൂ. എന്തെല്ലാം കൃഷികളാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്? പ്രധാനമായി ഏലം, പിന്നെ കുരുമുളക്, ജാതി എന്നിവ ചെയ്യുന്നുണ്ട്. പിന്നെ ഏലകൃഷിയിൽ നമ്മൾ നേഴ്സറി ഇതിൽ കൂടെ ചെയ്യുന്നുണ്ട്. കണിപ്പറമ്പൻ എന്നുള്ള ഒരു ഇനം ഏലം നമ്മൾ നേഴ്സറി ചെയ്ത് മിതമായ നിരക്കിൽ നമ്മൾ വിറ്റഴിക്കുന്നുണ്ട് ഇവിടെ. ഇപ്പം കൃഷി ചെയ്തിരിക്കുന്ന ഏലവും കണിപ്പറമ്പൻ തന്നെയാണ്? ഭൂരിഭാഗവും കണിപ്പറമ്പൻ തന്നെയാണ്. പിന്നെ ഞള്ളാനി എന്നുള്ള ഏലവും ഇതിന്റെ കൂട്ടത്തിൽ ഉണ്ടാവും. ഈ ഏലം കൃഷിയിലേക്ക് കടന്നു വന്നിട്ട് എത്ര വർഷങ്ങളായി? ഇപ്പോൾ ഒരു 20 വർഷത്തോളമായിട്ടുണ്ട് ഏലകൃഷിയിലേക്ക് വന്നിട്ട്. അതിനു മുമ്പ് ഇവിടെ അച്ഛനായിട്ട് നെൽകൃഷി ഉണ്ടായിരുന്നു, കാപ്പി, കപ്പ ഇതൊക്കെ ചെയ്തിരുന്നു. ഇപ്പൊ പൂർണ്ണമായിട്ടും ഏലകൃഷിയിലേക്ക് മാറി. കണ്ടത്തിൽ നെൽകൃഷി ഉണ്ടായിരുന്നു നമുക്ക്. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ പ്രതികൂലം വന്നപ്പം ഇവിടുത്തെ ജലത്തിന്റെ ലഭ്യത കുറഞ്ഞു വന്നതോടുകൂടി ഞങ്ങൾ മറ്റ് ഏലകൃഷിയിലേക്ക് മാറുകയാണ് ചെയ്തത്. ആദ്യ കാലത്ത് കപ്പയും അതുപോലെ കാച്ചിൽ, ചേമ്പ്, കാപ്പിയൊക്കെ കൃഷി ചെയ്യുന്നതിനോടൊപ്പം കുരുമുളക് കൃഷിയല്ലായിരുന്നു കൂടുതൽ ചെയ്തിരുന്നത്? അതെ, കുരുമുളക് കൃഷിയാണ് കൂടുതൽ ചെയ്തിരുന്നത്. പിന്നെ കുരുമുളകിന് ദ്രുതവാട്ടം എന്ന് പറയുന്ന ഒരു രോഗം പിടിപെട്ടതോടുകൂടി ആ കൃഷി ഇവിടെ കുറഞ്ഞു വരികയാണ് ചെയ്തത്. ഒരു 3 വർഷം ആദായം എടുത്തു കഴിയുമ്പോൾ വീണ്ടും അതിങ്ങനെ ദ്രുതവാട്ടം എന്ന രോഗം അത് പിടിച്ചിട്ട് ആ കൊടി അങ്ങ് നശിച്ചു പോകുന്ന ഒരു അവസ്ഥ ഇവിടെ ഇപ്പോൾ നിലവിലുണ്ട്. അങ്ങനെ വന്നതുകൊണ്ടാണ് പിന്നെ ആളുകൾ പൊതുവെ ഏലം കൃഷിയിലേക്ക് കടന്നത് അല്ലേ? കൂടുതലായും ഏലം ആണെങ്കിൽ നമുക്ക് ഒരു നട്ട് കഴിഞ്ഞാൽ ഒരു 2 വർഷത്തുള്ളിൽ നമുക്ക് അതിന് ആദായം എടുത്ത് തുടങ്ങാൻ സാധിക്കും. അതൊരു പ്രധാന കാരണമാണ് ഏലകൃഷിയിൽ വരാനുള്ളത്. ഈ ഏലം നമ്മൾ കൃഷി ചെയ്ത് ഇത് തട്ട വെച്ചാണോ കൃഷി ചെയ്തത് അതോ തൈ നടുകയാണോ ചെയ്തത്? മാതൃ ഇന ചെടിയുടെ അതേ ഗുണം കിട്ടണമെങ്കിൽ ആദ്യം തന്നെ തട്ട എടുത്ത് അടത്തി വെച്ചെങ്കിൽ അതിന്റെ യഥാർത്ഥമായ ഗുണം കിട്ടുകയുള്ളൂ. നമ്മൾ തൈ വെച്ച് കഴിയുമ്പോൾ അത് പരാഗണത്തിലൂടെ തൈ പായി കിളിപ്പിച്ച് അതിന്റെ സ്വഭാവത്തിൽ വ്യത്യാസം കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ മാതൃചെടിയുടെ അതേ ഗുണം കിട്ടണമെങ്കിൽ നമ്മൾ തട്ട തന്നെ അടത്തി അത് നടേണ്ട ഒരു കാര്യമുണ്ടത്. ഇപ്പൊ എത്ര ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നു? ഞാനത് എന്റെ സ്വന്തം ഭൂമി കൂടാതെ പാട്ടത്തിനെടുത്ത് ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. മൊത്തം ഒരു 35-40 ഏക്കർ സ്ഥലത്തോളം നമ്മുടെ കയ്യിലുണ്ട്. മറ്റുള്ളവരുടെ സ്ഥലം നമ്മൾ പാട്ടമെടുത്ത് ചെയ്യുന്നതുകൊണ്ട്. ഏലം കൃഷി നമ്മൾ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിനകത്ത് നമുക്ക് ഏലകൃഷിയിൽ ആദ്യം പ്രധാനമായി കാലാവസ്ഥ നമുക്കത് അനുകൂലമായി കിട്ടണം. ഈ വർഷം പൊതുവെ മഴ കുറവായിരുന്നു. അതുകൊണ്ട് പൊതുവെ ഈ വർഷം വിളവ് കുറവാണ് കാണിക്കുന്നത്. പിന്നെ അതിന്റെ പരിചരണം എന്ന് പറഞ്ഞാൽ അത് നല്ല ഉൽപ്പന്നങ്ങൾ കിട്ടണമെങ്കിൽ കീടനാശിനി പ്രയോഗിക്കണം. പിന്നെ രാസവളത്തിന്റെ പ്രയോഗവും ഉണ്ട്, ജൈവവളവും ചെയ്യും. ഇതെല്ലാം ആവശ്യമാണ് ഇതിനകത്ത്. പിന്നെ പ്രധാനമായി ചെയ്യേണ്ടത് ഇന്ന് കീടരോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഈ മരുന്ന് തെളിക്കുക എന്നുള്ള ഒരു പ്രവണത ഇവിടെ ഉണ്ട്. അത് ചെയ്തെങ്കിൽ നമുക്ക് നല്ല ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ജൈവകൃഷി അല്ലാതെയുള്ള കൃഷിയാണ് കൂടുതൽ ഏർപ്പെടുന്നത് അല്ലേ? ജൈവകൃഷി അല്ല കൂടുതലായി ചെയ്യുന്നത്, കെമിക്കൽ പ്രയോഗമാണ് നമ്മൾ കൂടുതലായി ചെയ്യുന്നത്. KVKയുടെ ശുപാർശ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. അത് പ്രകാരമാണ് നമ്മൾ ചെയ്തു പോകുന്നത് കൂടുതലും. മണ്ണ് പരിശോധനയൊക്കെ നടത്തിയിട്ടുണ്ടോ? മണ്ണ് പരിശോധന 2 വർഷം മുമ്പ് നടത്തിയിരുന്നു. പക്ഷെ ഇപ്പൊ അത് നടത്തിയിട്ടില്ല, കുറച്ച് നാളായിട്ട് നടത്തിയിട്ടില്ല. അപ്പോൾ KVK എന്നുള്ള ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത് അല്ലേ? അതെ, KVK എന്നുള്ള ഉപദേശങ്ങളാണ് കൂടുതലായി ഞങ്ങൾ സ്വീകരിക്കുന്നത്. അവരുടെ ശുപാർശ പ്രകാരമാണ് കീടനാശിനികളും മരുന്നുകളും ഒക്കെ നമ്മൾ വാങ്ങിച്ച് ചെയ്യുന്നത്. ഈ മരുന്ന് തളിക്കുന്ന ഏലത്തിന് എത്ര ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ എത്ര തവണ ഒരു വർഷത്തിൽ തളിക്കേണ്ടി വരും?
അത് അവർ KVK എന്ന് പറഞ്ഞത് കീടം രോഗബാധ കാണുമ്പോൾ ചെയ്താൽ മതിയെന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊരു 30 ദിവസത്തിനുള്ളിലെങ്കിലും നമുക്കൊരു ചെറിയ ഡോസിലെങ്കിലും ഒരു കീടനാശിനി കൊടുക്കേണ്ടതായി ആവശ്യമുണ്ട്. ഇതിനകത്ത് ഈ ട്രിപ്സ് എന്ന് പറയുന്ന ഒരു രോഗം ഏലത്തെ കണ്ടമാനമായി ബാധിക്കുന്നു. അത് 30 ദിവസത്തിന് മേലെ നമ്മൾ മരുന്ന് കളിക്കാതിരുന്ന വീണ്ടും ട്രിപ്സ് കയറി പിടിച്ചിട്ട് നമുക്ക് ഗുണനിലവാരം ഇല്ലാത്ത കായ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഏലം ഒരുക്കി നിർത്തുകയൊക്കെ ചെയ്യണമല്ലോ, അത് എത്ര തവണ ചെയ്യേണ്ടി വരും? അതൊരു പ്രധാന ഘടകമാണ്. ഏലം മുഷിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ അതിനകത്ത് ഈ കീടത്തിന്റെ ആക്രമണം കൂടുതലായി കാണിക്കുന്നു. തെളിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ അത് കീടത്തിന്റെ ആക്രമണം കുറവാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ആണ്ടിലൊരു 2 തവണയെങ്കിലും നിർബന്ധമായും അത് തെളിച്ചു നിർത്തണം. ചുവട്ടിലെ ചപ്പുകളെല്ലാം മാറ്റി അതിന്റെ തണ്ടെല്ലാം ഉരുക്കി വൃത്തിയാക്കി നിർത്തേണ്ട ഒരാവശ്യകതയുണ്ട്. അതുപോലെ തന്നെ ഈ മണ്ണ് നമ്മൾ കുമ്മായം ഇട്ട് കൊടുക്കുക, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. മണ്ണിലെ pH നിലനിർത്താൻ വേണ്ടിയിട്ട് കുമ്മായം ചെയ്യാറുണ്ട്. ആണ്ടിൽ 2 തവണയെങ്കിലും കുമ്മായം ചെയ്യാറുണ്ട് മണ്ണിൽ. അതുപോലെ തന്നെ ഈ മണ്ണ് നമ്മൾ ഇളക്കി കൊടുക്കേണ്ടി വരാറുണ്ടോ? അത് ഏത് സമയത്താണ് ചെയ്യാറുള്ളത് അത്തരം കാര്യങ്ങൾ? അതെ, ഞങ്ങൾ ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് ഞങ്ങളത് മണ്ണ് ഇളക്കി പണിയുന്നില്ല. മണ്ണിടാതെ തന്നെ ഞങ്ങൾ ചുവട്ടിൽ വേനൽ സമയത്ത് പുത വിരിച്ച് നിർത്തുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിൽ കാണിക്കുന്നത്. അത് ഒരു മണ്ണ് പണിയുമ്പോൾ അതിന്റെ ആ പുതിയ വേരുകൾ ഒത്തിരി നശിച്ചു പോകുന്നതായിട്ട് തോന്നുന്നു. അതുകൊണ്ട് ഞങ്ങളത് അങ്ങനെ മണ്ണിളക്കി പണിയുന്ന രീതി ഇപ്പം ഇല്ല. പുതയിടുന്ന കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ വേനൽക്കാലം അടുക്കുമ്പോഴാണല്ലോ പുതയിട്ട് കൊടുക്കുന്നത്. ഈ വേനൽക്കാലത്ത് നനച്ചു കൊടുക്കേണ്ടി വരാറുണ്ടോ? അത് ചില കാലാവസ്ഥയ്ക്ക് കൂടുതലായി നനയ്ക്കണം. ഞങ്ങൾ കൃഷി ചെയ്യുന്നത് കാൽവരിമൗണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ കൂടുതലായി കൃഷി ചെയ്യുന്നത്. അവിടെ തണുപ്പുള്ള ഏരിയ ആയതുകൊണ്ട് അവിടെ വല്ലപ്പോഴും ഒക്കെ നനച്ചു കൊടുത്താൽ 10-15 ദിവസം കൂടുമ്പോഴൊക്കെ മാത്രമേ അവിടെ നനയുടെ ആവശ്യം വരുന്നുള്ളൂ കൂടുതലായിട്ടും. പാട്ടത്തിന് എടുക്കുമ്പോൾ എങ്ങനെയാണ് അത്? ഏക്കറിന് എത്ര രൂപ കൊടുക്കേണ്ടി വരാറുണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ? ഞങ്ങളുടെ കൂടുതലിരിക്കുന്ന സ്ഥലം 1 ഏക്കർ സ്ഥലത്തിന് ഒരാണ്ടിൽ 70 കിലോ ഉണക്ക ഏലക്ക എന്നുള്ള ക്രമത്തിലാണ് നമ്മൾ കൂടുതലായി എടുത്ത് ചെയ്തിരിക്കുന്നത്. പൈസ കൊടുക്കുമല്ല അവർ, അപ്പം കൂടുതൽ വില കിട്ടിയാൽ അവർക്കും ഗുണം നമുക്കും ഗുണം. അതുകൊണ്ട് 1 ഏക്കറിന് 70 കിലോ ഉണക്ക കായ എന്നുള്ള നിലയിലാണ് നമ്മൾ പാട്ടെടുത്ത് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഏലത്തിന് തണൽ ക്രമീകരണം ഉണ്ടല്ലോ, അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ്? ഇപ്പോഴത് പഴയ കൃഷി രീതിയിൽ നിന്ന് മാറിയിട്ട് ഇപ്പോഴൊരു 40% ഷെയ്ഡേ നിർത്താറുള്ളൂ. ബാക്കി അത് മുറിച്ച് മാറ്റും. അത് 40% ഷെയ്ഡ് മതി ഏലത്തിന്. കൂടുതലായി കഴിഞ്ഞാൽ അതിനകത്ത് ചിമ്പിന്റെ എണ്ണം കുറഞ്ഞ് നിൽക്കും, വിളവിൽ ബാധിക്കും. അതുകൊണ്ട് 40% കൂടുതൽ ഷെയ്ഡ് നിർത്താറില്ല, ബാക്കി മുറിച്ച് മാറ്റുക ചെയ്യുന്ന പതിവ്. ഏലം പാടെ നശിച്ചു പോകുന്ന ചില രോഗബാധകളും കീടബാധകളും ഉണ്ടല്ലോ, അത്തരം ബാധകൾ താങ്കളുടെ കൃഷിയിടത്തിൽ കണ്ടെത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് എന്ത് പ്രതിവിധിയാണ് ചെയ്യാറുള്ളത്? ഞങ്ങൾക്ക് ഈ വർഷം ഒരു തോട്ടത്തിൽ മാത്രം കൂടുതലായി നമുക്ക് അഴുകൽ രോഗം ബാധിച്ചു. ഈ ഫൈറ്റോത്തോറയുടെ ആക്രമണം കൊണ്ട് കണ്ടമാനം ചെടി അഴുകി പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. KVKയുടെ ശുപാർശ പ്രകാരം ഞങ്ങൾ ഒരുതരം മരുന്ന് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ അവസ്ഥ മാറി വന്നു. ഇപ്പോൾ കുഴപ്പമില്ല. എന്നാലും അഴുകൽ രോഗം ഉണ്ടായിരുന്നു. ഒരു 10-20% ഒരു തോട്ടത്തിൽ നമുക്ക് ഈ വർഷം നശിച്ചു പോയിട്ടുണ്ട് ഈ അഴുകൽ രോഗം കൊണ്ട്. മറ്റെന്തെല്ലാം രോഗങ്ങളാണ് ഈ ഏലത്തിനെ ബാധിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്? പ്രധാനമായും ഉള്ളത് ട്രിപ്സ് എന്ന് പറയുന്ന ആ പ്രാണിയുടെ ഏലത്തിന്റെ ഈ പുറന്തോടുകൾ കാർന്നു തിന്നിട്ട് അതിനൊരു ഷേപ്പ് വ്യത്യാസം വന്നിട്ട് ചൊറി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. പിന്നെ തണ്ടുതുരപ്പന്റെ ആക്രമണം, പിന്നെ ഉണ്ടായിരുന്ന ഇലയിലുണ്ടായിരുന്ന പുള്ളിക്കുത്ത് രോഗങ്ങൾ, പിന്നെ അതൊക്കെ ഒരു പരിധിവരെ നമുക്ക് ബോഡോ മിശ്രിതം അടിച്ചു കഴിയുമ്പോൾ ഈ പുള്ളിക്കുത്ത് രോഗങ്ങളും മറ്റ് കുമിൾ രോഗങ്ങളൊക്കെ ഒരു പ്രതിരോധമായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ പുഴുവിന്റെ ആക്രമണത്തിന് പലതരം മരുന്നുകൾ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. അത് നമ്മൾ ഓരോന്ന് മാറി 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 ചെയ്യും. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए। फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं, अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। വളപ്രയോഗം നമ്മൾ ഒരു വർഷം എത്ര തവണ ചെയ്യേണ്ടി വരും? അത് കലക്കി ഒഴിക്കാറുണ്ടോ അതോ വെറുതെ വളം തന്നെയായിട്ട് വിതറി കൊടുക്കാറുണ്ടോ ചെയ്യാറുള്ളത്? ആണ്ടിലൊരു 4 തവണയെങ്കിലും ഞങ്ങൾ രാസവളം കൊടുക്കാറുണ്ട്. അത് വേനൽ സമയത്ത് ഒരു 2 തവണ ഞങ്ങളത് കലക്കി ഒഴിച്ചു കൊടുക്കും. മഴക്കാലത്ത് മഴയുള്ളതുകൊണ്ട് 2 തവണ നമ്മൾ വാരി വിതറി കൊടുക്കും. ഇനി വിളവെടുപ്പ് നമ്മൾ എങ്ങനെയാണ്? തൊഴിലാളികളെ ആശ്രയിക്കാതെ സാധിക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് തദ്ദേശീയരായ തൊഴിലാളികളെ ലഭ്യമാണോ അതോ അന്യസംസ്ഥാന തൊഴിലാളികളെ ആശ്രയിച്ചാണോ വിളവെടുപ്പ് മുന്നോട്ട് പോകുന്നത്? ഞങ്ങൾക്കിപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളും സ്വന്തമായി നമ്മൾ വീട് എടുത്ത് അവിടെ പാർപ്പിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ പരിസരത്തുള്ള മറ്റു ആളുകളും പണിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ
രണ്ടു കൂട്ടരും നമുക്കിപ്പോൾ പണിയുന്നുണ്ട്. സ്വന്തം സ്ഥലം മാത്രം ഇരിക്കുന്ന പ്രദേശത്ത് തദ്ദേശീയ തൊഴിലാളികളെ ലഭിക്കുന്നുണ്ട്. മറ്റേ പാട്ടത്തിനെടുത്ത് ചെയ്യുന്നിടത്ത് അന്യസംസ്ഥാന തൊഴിലാളികളെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത് അല്ലേ? അതെ അതെ. ഇനി ഈ ഏലത്തിന്റെ ഇപ്പോഴത്തെ വില നമുക്ക് എങ്ങനെ ആദായകരമായിട്ടാണോ തോന്നുന്നത്? എങ്ങനെയാണ്, എത്ര രൂപ കിട്ടിയാൽ ഏലകൃഷി ആദായകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് സജീഷ് കുമാറിന്റെ ഒരു അഭിപ്രായം? ഇപ്പോഴത്തെ വില തൃപ്തികരമാണ്. ഒരു 1500 രൂപ മേലെ വില വന്നാൽ നമുക്ക് അത്യാവശ്യം ചെറിയ ലാഭത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. അതിന് താഴെ 1000 രൂപ താഴെ വന്ന അവസ്ഥയായിരുന്നു 2 വർഷം മുമ്പ് വരെ. അത് ആ ഒരു അവസ്ഥയിലൊക്കെ നമുക്ക് കൃഷി നഷ്ടത്തിലേക്ക് വന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്നാൽ ഈ ഒരു വർഷം അത്യാവശ്യം തൃപ്തികരമാണ് ഇപ്പോഴത്തെ വില. ഒരു 1500 രൂപ വിലയ്ക്ക് ഇപ്പോൾ പോകുന്നുണ്ട് കാര്യം. കുരുമുളക്, ജാതി തുടങ്ങിയവയുടെ കൃഷിയിലേക്ക് വന്നാൽ ബഡ് ജാതിയാണോ മുഴുവൻ നട്ടിട്ടുള്ളത്? ജാതി എന്ന് പറഞ്ഞാൽ ഈ കാട്ടുപത്രി എന്ന് പറയുന്ന ഒരു ഇനം നട്ടുപിടിപ്പിച്ച് അതിലേക്ക് നല്ല ഇനം ജാതിയുടെ കാമ്പെടുത്ത് ബഡ് ചെയ്ത് ഉപയോഗിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഇനം ജാതിയെന്ന് അതിന്റെ കാമ്പെടുത്തത് ബഡ് ചെയ്താണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ബഡ് ചെയ്യുന്നത് തന്നെ അറിയാമോ അതോ മറ്റാരെങ്കിലും വിളിച്ച് ചെയ്യുകയാണ്? ഞങ്ങൾ വേറൊരാളെ വിളിച്ച് ചെയ്യുക ചെയ്തത്. നമുക്ക് അതിനോട് പരിചയം ഇല്ലാത്തതുകൊണ്ട് വേറെ ആളെ കൊണ്ട് ചെയ്യുകയാണ് ചെയ്തത്. എത്ര ജാതി ഏകദേശം നട്ടിട്ടുണ്ടാവും? ഇപ്പൊ അതിനകത്ത് ഒരു 400 ജാതിയോളം നമ്മൾ മൊത്ത സ്ഥലത്ത് ഉണ്ട്, പല സ്ഥലത്തായിട്ട് നിൽപ്പുണ്ട്. ഇതെല്ലാം ഇതുപോലെ തന്നെ കൃഷി ചെയ്തിരിക്കുന്നതാണല്ലേ? അതെ അതെ അതെ, മൊത്തം അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നത്. എല്ലാം കായ്ച്ചു തുടങ്ങിയോ? എല്ലാം കായ്ച്ചു തുടങ്ങിയിട്ടില്ല. ചെറിയ തൈകളും ഉണ്ട്. 4-5 വർഷം പഴക്കമായതുകൊണ്ട് നമുക്ക് വിളവെടുക്കുന്നതുകൊണ്ട് കായ്ച്ചു വരുന്നതുമുണ്ട് അല്ലേ? ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ കായ്ച്ചു കിടപ്പുണ്ട്. ചിലത് പുതുതായിട്ട് കായ ഉണ്ടായി വരുന്നുണ്ട്. ഇപ്പൊ അതിന്റെ ഒരു സീസൺ കഴിഞ്ഞ ഒരു സമയമാണ്. കഴിഞ്ഞ 2 മാസം മുമ്പായിരുന്നു നല്ല വിളവിന്റെ ഒരു സമയം. ഇപ്പൊ തീർന്നു വന്ന ഒരു സമയമാണ് ഇപ്പോൾ. ഈ വർഷം ജാതിക്കയ്ക്ക് വിലയൊക്കെ ഒരുവിധം ന്യായമായ വില ഉണ്ടായിരുന്നു? ഒരുമാതിരി ഈ വർഷം വില ഉണ്ടായിരുന്നു. ഈ വർഷം എത്ര രൂപ വരെ കിട്ടി വില? പത്രിക ഒരു 1800-1700 വരെ പത്രിക കിട്ടുമായിരുന്നു. 300 രൂപ വില വരെ. ഇപ്പൊ ഇച്ചിരി താഴെയാണ് 300 രൂപ മേലെ വിൽക്കാൻ പറ്റിയായിരുന്നു ഈ വർഷം കുരുവിന്. ജാതിക്ക കുരു അതേപടി കൊടുക്കുകയാണോ ചെയ്യുന്നത്? അതെ, നമ്മൾ അതേപടി കൊടുക്കുക ചെയ്യുന്നത്. നമ്മളതിനകത്തെ പരിപ്പെടുത്ത് കൊടുക്കുക അല്ല, നമ്മൾ തോട് പൊട്ടിച്ച് കൊടുക്കുക അല്ലേ? നമ്മൾ ഓടെ കൊടുക്കുകയാണ് ചെയ്തത്. കുരുമുളക് കൃഷി ഏതെങ്കിലും കുരുമുളകൊക്കെയാണ് കൃഷി ഇവിടെ പന്നിയൂർ വെണ്ണ, കരിമുണ്ട, നീലമുണ്ടി അങ്ങനെയുള്ള ഇനങ്ങളാണ് നമുക്ക് കൂടുതലായിട്ടുള്ളത്. അതിൽ കരിമുണ്ടയാണ് കൂടുതലായിട്ട് ഉൽപ്പാദനമുള്ളത്. എന്നാലും പന്നിയൂർ വെണ്ണും കുഴപ്പമില്ല. എന്നാലും കൂടുതൽ വിളവ് തരുന്നത് കരിമുണ്ട എന്ന ചെടിയാണ്. പൊതുവെ ഈ കൃഷിയിലേക്ക് തന്നെ ഏർപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഏകദേശം രാവിലെ എപ്പോൾ തുടങ്ങുന്ന കൃഷിപ്പണികളാണ് ഉള്ളത്? അത് എത്ര മണി വരെ വൈകുന്നേരം തുടരാൻ സാധിക്കുന്നുണ്ട്? 8 മണി മുതൽ 4 മണി വരെയാണ് നമ്മുടെ പണിയുടെ ഒരു സമയം. അപ്പം നമ്മളൊരു 7:30 ആകുമ്പോഴത്തേനും അത് തയ്യാറാകേണ്ടി വരും. പണിക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കാനും ഒക്കെ ഉള്ളത് കൊണ്ട് 7:30 ആകുമ്പോൾ നമ്മൾ റെഡിയാകുന്ന സാധാരണ പതിവ്. 4:30 ആകുമ്പോഴത്തേനും നമ്മുടെ പണിയാൻ കഴിയും. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഇപ്പോൾ ഭാര്യ, 2 കുട്ടികൾ. മൂത്തയാൾ കല്യാണം കഴിച്ച് പോയി, ഇളയാൾ പഠിക്കുന്നു. ഭാര്യ കൃഷിപ്പണികളിലൊക്കെ സഹായിക്കുമോ? സഹായിക്കും. പൂർണ്ണമായി നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മുടെ ഒപ്പം ഉണ്ട് കൂടെ. നഴ്സറി ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഏലത്തിന്റെ, അത് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളെന്ന് പറയും? ഇപ്പോൾ ഇവിടുത്തെ ഈ ചൂട് കൂടിയ കാലാവസ്ഥയ്ക്ക് ഈ ഞള്ളാനിയെ കഴിഞ്ഞും ഉൽപ്പാദനം കൂടുതൽ കാണിക്കുന്നത് കണിപറമ്പൻ എന്ന് പറഞ്ഞ ഒരു ഇനം ചെടിയാണ്. നമുക്കത് കൂടുതൽ ഭാഗം നമ്മൾ അതാണ് ചെയ്തിരിക്കുന്നത്. അത് ഞള്ളാനിയെ കഴിഞ്ഞ് പ്രതിരോധശേഷി കൂടുതലുള്ള ഒരു ഇനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഇനം ചെടി മാത്രം നമ്മൾ തവാറിന് ഇട്ട് വിൽപ്പന നടത്തുന്നുണ്ട്. ചിമ്പ് നട്ട് കഴിഞ്ഞാൽ എത്ര നാളിനകം ഇത് പറിച്ചു വിൽക്കാൻ പാകത്തിനാവും? ഒരു 7 മുതൽ 9 മാസത്തിനുള്ളിൽ അത് പറിച്ചു തീർക്കണം. അല്ലെങ്കിൽ പിന്നെ അത് വിൽക്കാൻ മേലാത്ത അവസ്ഥയിലേക്ക് അതിന്റെ വളർച്ച എത്തും. അതിന് മുമ്പ് അത് പറിച്ച് കൊടുക്കണം. ആ ഒരു സ്ഥിതിയാണുള്ളത്. ഇവിടെ ഒരുവിധം നല്ല രീതിയിൽ ആ നഴ്സറി പരിപാടി മുന്നോട്ട് പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. ഈ വർഷം നമ്മുടെ തൈ മുഴുവൻ തീർന്നു. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യക്കാർ ഒത്തിരി ഏറെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ സാധിച്ചില്ല. എങ്കിൽ പോലും നമുക്ക് ഈ വർഷവും സാമാന്യ നിലയിൽ നമുക്ക് അതിന്റെ വിറ്റഴിക്കാൻ പറ്റിയിട്ടുണ്ട് മുഴുവൻ. അപ്പോൾ ഇനിയിപ്പോൾ പുതിയത് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇനി അടുത്ത ജൂൺ മാസത്തിൽ ഇനി അടുത്ത തൈ വിതരണത്തിനാവുകയുള്ളൂ. സർക്കാരിന്റെ അല്ലെങ്കിൽ കൃഷിഭവൻ, പഞ്ചായത്ത് തുടങ്ങിയ ഇടങ്ങളിൽ നിന്നൊക്കെ കൃഷിക്ക് ആവശ്യമായ സഹായങ്ങൾ എന്തെങ്കിലുമൊക്കെ ലഭിക്കുന്നുണ്ടോ? അങ്ങനെ ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ അടുത്ത് അങ്ങനെ ഇത് വന്നിട്ടില്ല. അങ്ങനെ ഞങ്ങളിപ്പോൾ KVKയുടെ ശുപാർശയാണ് നമ്മൾ പ്രധാനമായി എടുക്കുന്നത്, കൂടുതലായി ചെയ്യുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ സഹായം ലഭിക്കുന്നുണ്ടോ? അത് ലഭിക്കുന്നുണ്ട്, കിട്ടുന്നുണ്ട്. എന്തായാലും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലേ? ശരി, സന്തോഷമായിട്ട് പോകുന്നു. കൃഷിയിലേക്ക് കൂടുതൽ ആളുകൾ കടന്നു വരുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം സർക്കാർ തലത്തിൽ നിന്നാണ് ഒരു നിർദ്ദേശമുള്ളത്? കൃഷിയിലേക്ക് പരമാവധി ചെറുപ്പക്കാരായ ആളുകൾ കടന്നു വരണം എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. കാരണം കൃഷി ചെയ്യാൻ ചെറുപ്പക്കാരായ ആളുകളൊന്നും ഇപ്പോൾ തയ്യാറാകുന്നില്ല. അതിലേക്ക് മുന്നോട്ട് വന്നാൽ ഇത് വളരെ ലാഭകരമായി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. അതുകൊണ്ട് എല്ലാവരും എത്തണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനകത്ത് ചെറുപ്പക്കാരായ ആളുകളും കൃഷിയിലേക്ക് വരണം. അതിന് ഗവൺമെന്റ് അതിന് വേണ്ട തരത്തിലുള്ള പ്രോത്സാഹനം കൊടുക്കണം. പാഠ്യപദ്ധതി തന്നെ അത് ഉൾപ്പെടുത്തിയത് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ഒത്തിരി സന്തോഷം. കാമാക്ഷി പഞ്ചായത്തിലെ നെല്ലിപ്പാറയ്ക്കടുത്ത് പാറക്കടവിലെ ഒരു സമ്മിശ്ര കർഷകനായ സജീഷ് കുമാർ ദാമോദരൻ കാച്ചനോലിക്കലാണ് ഇത്രയും നേരം തന്റെ കാർഷികാനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത്. ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ നെല്ലിപ്പാറയിലെ കർഷകനായ ശ്രീ സജീഷ് കുമാർ ദാമോദരൻ അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയായിരുന്നു ഇതുവരെ. അദ്ദേഹവുമായി സംസാരിച്ചത് ജോഷി തോമസ്.
പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6,000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2,000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ. തക്കോലത്തിന്റെ ഗുണഗണങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണം ഇനി കേൾക്കാം. ക്രിസ്തുവർഷാരംഭത്തിന് മുൻപ് തന്നെ ചൈനയിൽ സുഗന്ധിയായി പേരെടുത്ത സസ്യമാണ് തക്കോലം. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലേക്ക് കടന്ന ഈ സുഗന്ധവിള പിന്നീട് ലോകപ്രശസ്തമായി. ഇന്ന് വിവിധ രാജ്യങ്ങളിൽ തക്കോലം കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയും വിയറ്റ്നാമുമാണ്. നിത്യഹരിത വൃക്ഷങ്ങളിൽപ്പെടുന്ന സസ്യമാണ് തക്കോലം. 8 മുതൽ 15 മീറ്റർ വരെ ഉയരത്തിലും 25 സെന്റിമീറ്റർ വ്യാസത്തിലും ഈ വൃക്ഷം കണ്ടുവരുന്നു. ഇല്ലിസിയം വിരം എന്ന ശാസ്ത്രനാമത്തിൽ അറിയുന്ന തക്കോലം പഴക്കമുള്ള സസ്യകുടുംബമായ മഗ്നലിയേസിയിൽ പെടുന്നു. ജപ്പാനിലും മറ്റും കാണപ്പെടുന്ന ഇല്ലിസിയ റെലിജിയോസിയം എന്ന സസ്യവുമായി ഇതിന് വളരെയധികം സാമ്യമുണ്ട്. രൂക്ഷ ദുർഗന്ധമുള്ള ഈ സസ്യം വിഷവുമാണ്. തക്കോലത്തിന് പകരമായി ഈ സസ്യം ഉപയോഗിക്കുക വഴി നിരവധി പേർക്ക് ജീവന് അപകടം സംഭവിച്ചിട്ടുണ്ട്. ബാഷ്പശീല തൈലമാണ് ഇതിൻ്റെ സുഗന്ധത്തിന് ഹേതു. ഫലം പാകമാകുന്നതിനു മുൻപ് തന്നെ ഇതിൻ്റെ വിളവെടുപ്പ് നടത്തും. ഓഗസ്റ്റ് ഒക്ടോബർ മാസമാണ് ഈ സസ്യത്തിൻ്റെ വിളവെടുപ്പ് കാലം. പിന്നീട് ഫലം ഉണങ്ങുമ്പോഴാണ് യഥാർത്ഥ സുഗന്ധം അനുഭവമാവുക. ചൈനീസ് ഭക്ഷണത്തിൽ തക്കോലം പ്രധാന ഘടകമാണ്. രൂക്ഷഗന്ധമുള്ള സുഗന്ധിയായതിനാൽ ചെറിയ അളവിലാണ് ഇവ ഉപയോഗിക്കുന്നത്. ചൈനയ്ക്ക് പുറമെ വിയറ്റ്നാം, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലും തക്കോലം ധാരാളം ഉപയോഗിക്കുന്നു. ഇന്ത്യയിൽ മുഗൾ രാജവംശത്തിന് ഈ സുഗന്ധി പ്രിയപ്പെട്ടതായിരുന്നുവെന്ന് കരുതുന്നു. ഈ സസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ബാഷ്പശീല തൈലങ്ങൾ എപ്പൈനിൻ, ലിമോനിൻ, അനിഥോൾ, ഡിപൈനിൻ, എഫിലാൻഡിൻ, ഹൈഡ്രോക്വിനൈൻ, സാഫോൾ എന്നിവയാണ്. ആയുർവേദത്തിലെ രാസാദി ഗുണങ്ങളിൽ കടുരസത്തിൽപ്പെടുന്ന ഈ ഔഷധി തീക്ഷ്ണഗുണവും ഉഷ്ണവീര്യവും പ്രകടിപ്പിക്കുന്നു. തൈലവും ഫലവുമാണ് പ്രധാന ഔഷധ യോഗ്യ ഭാഗങ്ങൾ. വാതഹരമായി ആയുർവേദം ഈ ഔഷധിയെ കണക്കാക്കുന്നു. തൈലത്തിന് സന്ധിവാതത്തെ ശമിപ്പിക്കാനുള്ള വിശേഷ ശക്തിയുണ്ട്. കഫത്തെ ഒഴിവാക്കുന്നതിനും ശ്വാസകോശ രോഗങ്ങളെ ചെറുക്കുന്നതിനും തക്കോലത്തിന് കഴിയും. വയറുവേദന, ദഹനമില്ലായ്മ തുടങ്ങിയവയ്ക്ക് ഇത് ഔഷധിയായി സ്വീകരിക്കാം. ബാക്ടീരിയയ്ക്കെതിരെ ശക്തമായി പ്രതിരോധിക്കാനുള്ള കഴിവ് ഇതിൻ്റെ തൈലത്തിനുണ്ട്. പെൻസിലിനോളം അണുനാശക ശക്തി തക്കോലത്തിനുണ്ട് എന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട്. ഭക്ഷണശേഷം ഇതിൻ്റെ ഫലം ചവയ്ക്കുന്നത് ദഹനത്തിനും വായുശുദ്ധിയാവുന്നതിനും ഉത്തമമാണ്. മൂട്ട, ചെള്ള തുടങ്ങിയ കീടനിയന്ത്രണത്തിന് ഇതിൻ്റെ തൈലം വെള്ളത്തോട് ചേർത്ത് നേർപ്പിച്ച് തളിക്കുന്നത് ഉത്തമമാണ്. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഇതിൻ്റെ തൈലം ചുമ, കാസ, ശ്വാസരോഗങ്ങൾക്കുണ്ടാക്കുന്ന കഫ് സിറപ്പുകളിൽ ചേർത്തുവരുന്നു. അതുപോലെ വിവിധ വാദങ്ങൾക്ക് തയ്യാറാക്കുന്ന ലേപനങ്ങളിലും തക്കോലം ഘടകവസ്തുവാണ്. തക്കോലം ശക്തമായ നിരോക്സികാരിയാണെന്ന് അടുത്തിടെ നടന്ന പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന ബീറ്റ ബിസാബോലിൻ നല്ലൊരു അൾസർ വിരോധിയാണ്. തക്കോലത്തിലെ പ്രധാന രാസഘടകമായ അനിഥോൾ രോഗപ്രതിരോധശേഷി വർധനയ്ക്കും വൻകുടൽ, ചെറുകുടൽ എന്നിവയുടെ പ്രവർത്തനങ്ങൾക്കും ഉത്തമമാണെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. सूखा हो या बेमौसम की बरखा हो, कीड़ा लगे खेत में या दुविधा हो, बहुत ही कम प्रीमियम पे पूरी हो भरपाई, फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अऋणी अब हर किसान लाभ उठाए, एक मौसम एक दर है, सब किसान बीमा कराए, प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए। कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी. നന്മ നൽകും സുഗന്ധവ്യഞ്ജനങ്ങൾ. നാം കഴിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾക്ക് പോഷകഗുണവും രുചിയും നൽകുവാൻ മാത്രമല്ല, നമ്മെ ബാധിക്കുന്ന അസുഖങ്ങളെ അകറ്റാനും
അഴകും ആരോഗ്യവും പ്രദാനം ചെയ്യാനുമുള്ള കഴിവ് മിക്ക സുഗന്ധവ്യഞ്ജനങ്ങൾക്കും ഉണ്ട് എന്ന വൈദ്യശാസ്ത്ര വിശകലനം മറക്കാതിരിക്കുക. ഇതാ ചില പ്രധാനപ്പെട്ട സുഗന്ധവ്യഞ്ജനങ്ങളും അവയുടെ ഭക്ഷ്യഗുണമേന്മയും ഔഷധ ഗുണമേന്മയും. കുരുമുളക് ധാരാളം ഔഷധ ഗുണങ്ങൾ നിറഞ്ഞ ഒന്നാണിത്. ഉത്തമ സുഗന്ധ വ്യഞ്ജന ഗണത്തിൽപ്പെടുന്ന കുരുമുളക് കറുത്ത സ്വർണം എന്നാണ് പരക്കെ അറിയപ്പെടുന്നത്. കുരുമുളക് പൊടി ഉച്ചിയിൽ തിരുമിയാൽ ജലദോഷവും തലവേദനയും ശമിക്കും. പനിക്കും മൂക്കടപ്പിനും മറ്റും കുരുമുളകും തുളസിയിലയും കൂടി തിളപ്പിച്ച് ശർക്കര ചേർത്ത് കഴിച്ചാൽ മതി. അതുപോലെ കുരുമുളകും ജീരകവും സമം പൊടിച്ച് കഴിക്കുന്നത് ശരീരക്ഷീണം മാറുന്നതിനും വിശപ്പുണ്ടാകുന്നതിനും സഹായകമാണ്. കഫക്കെട്ട് അകറ്റുന്നതിന് കുരുമുളക് വെള്ളം ഇടയ്ക്കിടെ കുടിച്ചാൽ മതി. കുരുമുളകും വെളുത്തുള്ളിയും അരച്ച് ഞെക്കി പിഴിഞ്ഞു കിട്ടുന്ന നീര് മൂക്കിലിറ്റിച്ചാൽ ബോധക്ഷയം മാറിക്കിട്ടും. കറിവേപ്പില സുഗന്ധവ്യഞ്ജന ഗണത്തിൽപ്പെട്ട കറിവേപ്പില ഔഷധമേന്മകളാൽ സമ്പന്നമാണ്. പ്രകൃതി ചികിത്സയിൽ കറിവേപ്പിലയ്ക്ക് മറ്റേതൊരു ഇലയേക്കാളും പ്രാധാന്യമുണ്ട്. തഴുതാമ, ചീര തുടങ്ങിയവ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇതും കറി വെച്ചു കൂട്ടണമെന്നാണ് പ്രകൃതി ചികിത്സയിൽ ശുപാർശ ചെയ്യുന്നത്. കറിവേപ്പില ധാരാളമായി ഇട്ട് വെളിച്ചെണ്ണ കാച്ചി തേയ്ക്കുന്നത് പതിവാക്കിയാൽ തലമുടി കറുത്തിരുണ്ട് ഇടതൂർന്നു വളരും. അതിസാരം ശമിക്കാൻ കറിവേപ്പിൻ്റെ തളിരില ചവച്ച് തിന്നാൽ മതിയെന്ന് ആയുർവേദം അനുശാസിക്കുന്നു. തേൾ പോലെയുള്ള വിഷജന്തുക്കൾ കടിച്ചാൽ കടിയേറ്റ സ്ഥലത്ത് കറിവേപ്പില പാലിൽ അരച്ചു പുരട്ടുന്നതും നല്ല ഫലം ചെയ്തു കാണാറുണ്ട്. മഞ്ഞൾ സ്ത്രീ സൗന്ദര്യത്തിന് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു സൗന്ദര്യവർദ്ധക വസ്തുവാണ് മഞ്ഞൾ. പച്ചമഞ്ഞളും രക്തചന്ദനവും സമ അളവിലെടുത്ത് ചാലിച്ച് നിത്യേന മുഖത്ത് പുരട്ടി ഉണങ്ങുമ്പോൾ കഴുകിക്കളയുന്നത് മുഖക്കുരു അകറ്റാൻ സഹായിക്കും. അതുപോലെ മുഖത്തെ രോമം കളയാൻ മഞ്ഞളും പച്ച പപ്പായയും ചേർത്ത് അരച്ച് മുഖത്ത് പുരട്ടി അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുക. പൂർണ്ണ ഫലപ്രാപ്തി കൈവരിക്കാൻ ഈ പ്രക്രിയ ഇടയ്ക്കിടെ ആവർത്തിക്കണമെന്ന് മാത്രം. ത്വക്ക് മിനുസമുള്ളതും തിളക്കമുള്ളതുമായി സൂക്ഷിക്കാൻ മഞ്ഞളിന് കഴിയുമെന്നതാണ് ഇതിനെ ഒരു സൗന്ദര്യവർദ്ധക വസ്തുവാക്കുന്നത്. മഞ്ഞളിൻ്റെ ഔഷധ ഗുണം തൊലിപ്പുറമേയുള്ള വടുക്കളും കുഴികളും മറ്റും നീക്കം ചെയ്യും. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ള് ചന്ദനപ്പൊടി, 1/2 ടീസ്പൂൺ കടലപ്പൊടി എന്നിവ പാലിൽ ചാലിച്ച് കുഴമ്പാക്കി ദിവസവും 1 തവണ 1 മണിക്കൂർ നേരത്തേക്ക് പുരട്ടിയാൽ മുഖം സുന്ദരമാക്കാൻ വേറെ പ്രത്യേക ചികിത്സയുടെ ആവശ്യം ഉദിക്കുന്നില്ല. ത്വക്ക് മൃദുവാക്കാനും മുഖക്കുരു, മുഖത്തെ ചുളിവുകൾ, കറുത്ത പാടുകൾ തുടങ്ങിയവ ഇല്ലാതാക്കാനും മഞ്ഞളിന് കഴിയും. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ വീതം കുഴമ്പാക്കി തേയ്ക്കുന്നത് ത്വക്കിന് ഒരു ഉത്തമ സൗന്ദര്യവർദ്ധക ക്രീം പോലെ പ്രയോജനം ചെയ്യും. ജീരകം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ്. പ്രസവിച്ച സ്ത്രീകൾ നെയ്യും ജീരകവും ചേർത്ത് ദിവസവും കഴിക്കുന്നത് മുലപ്പാൽ വർദ്ധിപ്പിക്കും. ജീരകം അല്പം ശർക്കരയും കൂടി ചവച്ചരച്ച് കഴിക്കുകയോ ചിറ്റമൃതിൻ്റെ നീരിൽ പൊടിച്ചു ചേർത്ത് കഴിക്കുകയോ ചെയ്യുന്നത് പനിയെ അകറ്റുന്നതിനുള്ള ഒരു പ്രധാന ചികിത്സയായി അഷ്ടാംഗ ഹൃദയത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. തേൾവിഷം ശമിക്കാൻ ജീരകം പൊടിച്ച് തേനും ഉപ്പും വെണ്ണയും ചേർത്ത് യോജിപ്പിച്ച് ലേപനം ചെയ്യുന്നത് ഗുണം ചെയ്യും. അതുപോലെ ജീരകം ചെറുനാരങ്ങ നീരിൽ ചേർത്ത് കഴിച്ചാൽ ഗർഭിണികൾക്കുണ്ടാകുന്ന ഛർദിക്ക് ആശ്വാസം തീർച്ച. ജീരകം, കൊത്തമല്ലി ഇവ സമമെടുത്ത് അരച്ച് നെയ്യിൽ കാച്ചി കഴിച്ചാൽ കഫം, പിത്തം, ഛർദി, അരുചി എന്നിവ ശമിക്കും. തുളസി എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് തുളസിയുടെ ഔഷധമേന്മകൾ. ഒരു തുളസിത്തൈ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വരുന്ന മിക്ക അസുഖങ്ങളെയും ചികിത്സിച്ച് ഭേദമാക്കാൻ മാത്രമല്ല രോഗം വരാതിരിക്കാനുള്ള മുൻകരുതൽ എന്ന നിലയിൽ തുളസിയുടെ മഹാത്മ്യം വളരെ വിപുലമാണ് താനും. തുളസിയിലയും ഇഞ്ചിയും കൽക്കണ്ടവും തമ്മിൽ അരച്ച് ഇടയ്ക്കിടെ കഴിച്ചാൽ ചുമയ്ക്ക് ആശ്വാസം തീർച്ച. പച്ചമഞ്ഞളും തുളസിയിലയും സമം ചേർത്തരച്ച് ശരീരത്തിന് പുറമേ പുരട്ടുന്നത് ചിലന്തി വിഷത്തിന് വളരെ ഫലപ്രദമാണ്. തുളസിയില കൊണ്ടുണ്ടാക്കിയ കഷായം 60 മില്ലി വീതം 10 തുള്ളി തേൻ ചേർത്ത് ദിവസവും രാവിലെയും വൈകിട്ടും ആഹാരത്തിന് മുമ്പ് കഴിക്കുന്നത് രക്തത്തിൽ അധികരിച്ചിരിക്കുന്ന കൊളസ്ട്രോളിൻ്റെ അംശം കുറയ്ക്കാൻ ഉപകരിക്കും. അതുപോലെ അല്പം കടുക്, ഉപ്പ്, കുരുമുളക്, തുളസിപ്പൂവ് എന്നിവ അരച്ച് നിത്യവും 2 നേരം പല്ല് തേച്ചാൽ മോണപഴുപ്പ് മാറുമെന്ന് മാത്രമല്ല ദന്തരോഗങ്ങൾ വരാതിരിക്കുകയും ചെയ്യും. 2 തുളസിയില ദിവസവും മോരിലിട്ട് കഴിക്കുന്നത് ശരീരത്തിൻ്റെ അമിതഭാരം കുറയ്ക്കാൻ നല്ലതാണ്. അതിനൊപ്പം ശരീരകാന്തിയും ഉണർവും ഉന്മേഷവും കൈവരും. ഏലം മുഖ്യമായും ഒരു സുഗന്ധദ്രവ്യമായി ഉപയോഗിക്കുന്ന ഏലക്കായ്ക്ക് വൈദ്യശാസ്ത്രത്തിൽ അപ്രധാനമല്ലാത്ത ഒരു സ്ഥാനമാണുള്ളത്. വാത, പിത്ത, കഫ രോഗങ്ങൾക്ക് ശമനമുണ്ടാക്കാനും
ശരീരതാപം ക്രമീകരിക്കാനും ഏലക്കായ്ക്കുള്ള കഴിവ് ഒന്ന് വേറെ തന്നെയാണ്. മൂത്രാശയ രോഗങ്ങൾ, അരുചി, ഛർദി എന്നിവയ്ക്ക് ഏലം ഒരു ഉത്തമ ശമന ഔഷധം പോലെ ഉപകരിക്കും. മോണരോഗം അകറ്റാൻ ഏലക്ക വായിലിട്ട് ചവച്ചാൽ മതി. അല്പം ഏലക്കാപ്പൊടി ചേർത്ത് തയ്യാറാക്കിയാൽ നാം കഴിക്കുന്ന ചായയ്ക്ക് പ്രത്യേക സ്വാദും ശരീരത്തിന് പ്രസരിപ്പും ലഭിക്കും. ഇഞ്ചി. ദഹനശക്തി വർദ്ധിപ്പിക്കുന്ന ഇഞ്ചി ആമാശയത്തിൻ്റെയും കുടലിൻ്റെയും പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കും. അസഹ്യമായ ചെവിവേദന അനുഭവപ്പെടുമ്പോൾ ഇഞ്ചിനീര് അരിച്ചെടുത്ത് ചൂടാക്കി ചൂടോടെ 1-2 തുള്ളി ചെവിയിൽ ഇറ്റിച്ചു കൊടുത്താൽ വേദന മാറും. അതുപോലെ ദഹനക്കുറവിനും കുട്ടികൾക്കുണ്ടാകുന്ന അസുഖങ്ങൾക്കും ഇഞ്ചിനീരിൽ പഞ്ചസാര ചേർത്ത് 1 ടീസ്പൂൺ വീതം കൊടുക്കുന്നത് രോഗശമനത്തിന് ഏറെ ഗുണം ചെയ്യും. ദിവസവും ഇഞ്ചി അരച്ച് ഒരു നെല്ലിക്കയോളം വലുപ്പത്തിൽ ഉരുട്ടി കാലത്ത് വെറും വയറ്റിൽ കഴിക്കുന്നത് രക്തവാത രോഗികൾക്ക് ഗുണപ്രദമാണ്. 1 ഔൺസ് ഇഞ്ചിനീരിൽ 1 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കാലത്ത് വെറും വയറ്റിൽ കഴിക്കുന്നത് പ്രമേഹ രോഗശമനത്തിന് വഴിയൊരുക്കും. വെളുത്തുള്ളി. ആൻറ്റിബയോട്ടിക്കുകളേക്കാൾ ശക്തമായ ഒരു അണുനാശിനിയാണ് വെളുത്തുള്ളി വാറ്റിയെടുക്കുന്ന തൈലം. ഇതിലുള്ള അലിസൻ എന്ന വസ്തുവാണ് അണുനാശകം. ജലദോഷവും മറ്റ് സാംക്രമിക രോഗങ്ങളും പിടിപെടുമ്പോൾ വെളുത്തുള്ളി കഴിക്കുന്നതും 2ആയി മുറിച്ച് കിടക്കുന്ന മുറിയിൽ വയ്ക്കുന്നതും രോഗം പെട്ടെന്ന് ശമിക്കാൻ ഉപകരിക്കും. വെളുത്തുള്ളി സ്ഥിരമായ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഹൃദ്രോഗങ്ങളെ അകറ്റും. രക്തം കട്ട പിടിക്കാതിരിക്കാൻ സുഗന്ധവ്യഞ്ജനം ഉപകരിക്കുമെന്നതാണ് മുഖ്യ കാരണം. കൊളസ്ട്രോളിനെയും വെളുത്തുള്ളി ശമിപ്പിക്കും. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവടു വയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. ഹയ്യ 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 ഹയ്യ.